ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. 600 ഗ്രാമോളം മാങ്ങയുണ്ട്. ആദ്യം മാങ്ങ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. നന്നായി കഴുകിയെടുത്ത മാങ്ങേനെ നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം. എല്ലാ മാങ്ങയും നന്നായി തുടച്ചെടുക്കുക. ഇതിലത്തെ നനവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തൊലിയോട് കൂടെ തൊലി ഇല്ലാതെ നമുക്ക് അച്ചാറിടാം. ഞാനിപ്പോൾ തൊലിയോട് കൂടിയാണ് അച്ചാറിടാൻ പോണത്. ഇതേ വലിപ്പത്തിൽ ബാക്കിയുള്ള എല്ലാ മാങ്ങയും കട്ട് ചെയ്തെടുക്കുക. മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിരുമുക. എല്ലാ മാങ്ങയിലും ഉപ്പ് പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറോ മാക്സിമം 1 അവർ എടുത്ത് വെക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി എടുക്കാം. ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 3 or 4 പീസായിട്ടൊക്കെ ഇടാം. ഇത് അത്ര വലുതല്ലല്ലോ. നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി അച്ചാർ ഇട്ട് തുടങ്ങാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പൊട്ടി വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണ്. ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ. വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം. ഉലുവ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കടുകും കൂടെ ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയിലത്തെ വെള്ളവും കൂടെ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായി കൂട്ടി വെക്കണം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവേന്റെയും കടുകിന്റെയും പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 മിനിറ്റും കൂടെ ഈ ഫ്ലെയിമിലൊന്ന് മാങ്ങ നന്നായി ഒന്ന് വേകട്ടെ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ചൂടാറുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് സൂക്ഷിക്കാം. 2 or 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോഴേക്കും മാങ്ങയിലേക്ക് എല്ലാ സ്പൈസസും ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല ഈസി അച്ചാറാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.